അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റിളർ റബ്ബി ഫി റിളൽ വാലിദി വ സഖത്തു റബ്ബി ഫി സഖത്തുൽ വാലിദ്. പിതാവിൻ്റെ സന്തോഷത്തിലാണ് അള്ളാഹുവിൻ്റെ സന്തോഷം, പിതാവിൻ്റെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം എന്ന്. മാതാപിതാക്കളുള്ള കടമ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. പിതാവ് എന്നുള്ളത് വെറുമൊരു വാക്കല്ല. ഒരു ഗ്രാമത്തിലെ പൊടി വഴിയിലൂടെ ദിവസവും പുലർച്ചെ നടന്നു പോകുന്ന ഒരാളുണ്ടായിരുന്നു. പഴകി തേഞ്ഞ ഒരു ചെരുപ്പ്, തോളിലൊരു സഞ്ചി മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ആ പഴയ ചെരുപ്പ് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വലിയ നാണക്കേടായിരുന്നു. കൂട്ടുകാർ പുതിയ ഷൂ ധരിച്ചു വരുമ്പോൾ അച്ഛൻ തുന്നിപ്പിടിപ്പിച്ച ചെരുപ്പുമായി നടക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചെരുപ്പിൻ്റെ അടിഭാഗം പല സ്ഥലത്തും പൊട്ടി കാലുകൾ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. അവൻ അച്ഛനോട് ചോദിച്ചു, പുതിയ ചെരുപ്പ് വാങ്ങിക്കൂടെ അച്ഛാ? അച്ഛനൊന്ന് പുഞ്ചിരിച്ചു. ഈ മാസം നിനക്ക് പുസ്തകം വാങ്ങിയില്ലേ മോനെ? അടുത്ത മാസം നോക്കാം. വർഷങ്ങൾ കടന്നുപോയി. മകൻ വലിയ ഉദ്യോഗസ്ഥനായി. അച്ഛനൊരു ദിവസം ഈ ലോകം വിട്ട് മരണപ്പെട്ടു പോയി. വീടിൻ്റെ പഴയ മുറി വൃത്തിയാക്കുമ്പോൾ ഒരു മൂലയിൽ ആ പഴയ ചെരുപ്പ് കിടക്കുന്നത് അവൻ കണ്ടു. ചെരുപ്പിനുള്ളിൽ മടക്കി വെച്ച ഒരു കടലാസ്. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ചെരുപ്പ് പഴകുന്നതോ പൊളിയുന്നതോ എനിക്ക് പ്രശ്നമല്ല, പക്ഷേ എൻ്റെ മകൻ്റെ സ്വപ്നങ്ങൾ പഴകിപ്പോകരുത്, ചിറകുടിഞ്ഞു പോകരുത്, അതാണ് എനിക്ക് നിർബന്ധം. ആ വരികൾ വായിച്ചപ്പോൾ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊടിമഴ പോലെ വീണു. അന്നവൻ ആ സത്യം മനസ്സിലാക്കി. അച്ഛൻ അല്ലെങ്കിൽ പിതാവ് എന്നത് മക്കളുടെ ജീവിതത്തിലേക്കുള്ള വഴിയിൽ സ്വയം തേഞ്ഞു പോകുന്ന ഒരു ചെരുപ്പാണ്. പൊട്ടിപ്പോകുന്നത് സ്വന്തം കാലുകളായാലും മക്കളുടെ സ്വപ്നങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കാൻ കാവലിരിക്കുന്ന ഒരാൾ. പിതാവിൻ്റെ സ്നേഹം പലപ്പോഴും വാക്കുകളിലല്ല, അദ്ദേഹം ത്യജിച്ച കാര്യങ്ങളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്.